ഹലോ മുത്തുമണികളെ, നമുക്ക് രാത്രിയിലത്തേക്ക് എന്താണ് ഫുഡ് എന്നറിയാമോ? പാസ്ത. യു നോ പാസ്ത? ആ, പാസ്തയാണ് ഇന്ന് നമുക്ക് ഫുഡ്. അപ്പൊ ഞാനിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ജിമ്മിൽ പോകണം. ഓക്കെ, ജിമ്മിൽ ഞാൻ എന്തിനാണ് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? എന്റെ വയർ കുറയ്ക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ സമയമില്ലാത്തതുകൊണ്ടാണ് വളരെ തിരക്കിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പം പിന്നെ രാവിലെ ആവും, ചിലപ്പോൾ രാത്രിയാവും. ക്ഷമിച്ചടാ. ഞാൻ എന്താണ് പറയാൻ വേണ്ടി വന്നതെന്നറിയാം. ഞാൻ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു പുള്ളിക്കാരിനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തത് എന്നറിയാം? അതായത് ഇവര് ഉഡായിപ്പുമ്മേ, അതായത് ഉഡായിപ്പിന് എനിക്ക് തോന്നുന്നു ഉഡായിപ്പ് കണ്ടുപിടിച്ചത് തന്നെ എവളാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അവളുടെ ഇന്നത്തെ ഒരു ഷോർട്സിനുള്ള മറുപടിയാണ്. അതായത് നമ്മൾ ഷെഫീന താത്തേര് ഒരു ഷോർട്സ് എടുത്തുകൊണ്ട് വന്ന് പബ്ലിഷ് ചെയ്തിട്ട് നല്ല സംസ്കാരം, ഈ സംസ്കാരം പഠിപ്പിക്കുന്നത് ആരാ? അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടാ. അതായത് ഈ സംസ്കാര സമ്പന്നയായ ഈ സ്ത്രീ എന്താണ് ചെയ്തത് എന്നറിയാമോ? അതായത് കുറെ മാസങ്ങൾക്ക് മുമ്പ് എന്റെ സുഹൃത്തുക്കളെ എല്ലാം പരക്കനെ ആക്രമിക്കുന്നതിന്റെ ഇടയിൽ ഇവള് വെറുതെ പോയി ഷെഫീന താത്തനെയും ഒന്ന് ഞോണ്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഷെഫീന താത്ത എന്റെ സുഹൃത്താണ്. അപ്പോ ഷെഫീന താത്തനെ ചെന്നൊന്ന് ഞോണ്ടിയിട്ടുണ്ടായിരുന്നു. ഈ താത്ത നേരെ പോയി പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തു. കേസ് എഫ്ഐആർ ഇട്ടു എന്ന് പറയുമ്പോൾ ഇവരുടെ വിചാരം അത് നിസ്സാരമായ ഒരു കേസാണ്, അതൊക്കെ ഊരിപ്പോവാന്നൊക്കെയാണ് ഇവര് ധരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഊരിപ്പോവാൻ വേണ്ടിയിട്ട് ഏതോ ഡ്രാക്കുള ഇവർക്കൊരു പിന്നെ മാർഗം പറഞ്ഞു കൊടുത്ത്, അതായത് ഫാബ്രിക്കേറ്റഡ് തെളിവ് സമ്പാദിക്കാം. മുമ്പ് ഇതുപോലെ ഡ്രാക്കുള എന്റെ പിന്നെ ഡ്രാക്കുളയുടെ എന്തോ കളവ് ഞാൻ കണ്ടുപിടിച്ചെന്നാണ് അവര് പറയണത്. എനിക്കറിയാൻ പാടില്ലേ, ഞാനൊരു കളവ് കണ്ടുപിടിച്ചില്ലേ, എനിക്കറിയാൻ പാടില്ലേ, ഞാൻ കണ്ടുപിടിച്ച് എന്ന് മേടിച്ചിട്ട് ഇവരുടെ തട്ടിപ്പ് ഞാൻ കണ്ടുപിടിച്ചേ എന്ന് മേടിച്ചിട്ട് ഇവര് ചാനൽ മുക്കിയിട്ട് ഒരൊറ്റ ഓട്ടം. ഇതിന് മുക്കിയിട്ട് ഓടിയിട്ട് മിണ്ടാതിരുന്നില്ല. ഇവരെന്റെ സുഹൃത്തുക്കളെയും എന്റെ ബന്ധുക്കളെയും എന്റെ സ്വന്തക്കാരെ എല്ലാരെയും പോയി കണ്ടു എനിക്കെതിരെ ഫാബ്രിക്കേറ്റഡ് തെളിവുണ്ടാക്കാൻ. ഒളക്കിയുടെ മൂള് ഇങ്ങനെ ഫാബ്രിക്കേറ്റഡ് തെളിവ് ഉണ്ടായതും ഇല്ല. അതൊരു മൂലയ്ക്ക് എങ്ങനെ കിടപ്പുണ്ട്. അപ്പം അതുപോലെ ആ ഉഡായിപ്പുമ്മയ്ക്കും ഈ ഡ്രാക്കുള പറഞ്ഞു കൊടുത്തതാണോ എന്തോ ഫാബ്രിക്കേറ്റഡ് തെളിവ് ഉണ്ടാക്കാൻ ഇന്നലെ രാത്രി പാതിരാത്രി നമ്മൾ ഷെഫീന താത്തേരെ ഫേസ്ബുക്കിലെ ഇൻബോക്സിൽ പോയി ഉഡായിപ്പുമ്മ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഉറക്കമില്ല, ഇല്ല, പാതിരാത്രിയിൽ അവരെ ഇൻബോക്സിൽ പോയിട്ട് എന്തിരി കിട്ടാഞ്ഞാണ്ട് എല്ലാ ലോലഹൃദയന്മാരായി കാക്കമാരെയും ഇൻബോക്സിലാണ് പോയിട്ടുള്ളതെങ്കിൽ വെള്ളം കുടിച്ച് മരിച്ചേനെ, വെള്ളം പോയി ഒലിച്ചേനെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല അല്ലെ? അല്ല, വല്ല ലോലഹൃദയന്മാരായ ഇക്കാക്കമാരുടെയും ഇൻബോക്സിൽ പോയി വല്ല വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല ഗൂഗിൾ പേയും കിട്ടിപ്പോട്ടായിരുന്നു. ആ സമയം വെറുതെ പാഴാക്കി നേരെ പോയത് എവിടെ? നമ്മൾ ഷെഫീന താത്തേരെ ഇൻബോക്സിൽ. ഷെഫീന താത്ത ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഷെഫീന താത്ത നന്നായിട്ട് തെറി വിളിക്കുന്ന ആളാണ് അല്ലെ? നല്ല വൃത്തിക്ക് തെറി വിളിക്കും. ഈ നല്ല വൃത്തിക്ക് തെറി വിളിക്കാൻ മാത്രമല്ല, അവർക്കൊരു കാര്യത്തിനെ കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കാനും അറിയാം. വെറുതെ ആധികാരികമായി സംസാരിക്കില്ല, അവർ ആ സ്പോട്ടിൽ പോയി അവർ മുമ്പ് മാധ്യമ പ്രവർത്തനമൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ നാട്ടിൽ പോയി അവരെ പള്ളിക്കകത്ത് കയറി നാരടി ഞാനടി വാടി പോടി അങ്ങനെയൊന്നും വെല്ലുവിളിക്കുന്ന ആളല്ല. അവരവരുടെ നാട്ടിൽ പോയി ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ച് അന്വേഷിച്ച് അതിനെക്കുറിച്ച് ആധികാരികമായി വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ രണ്ട് രീതിയിൽ ഷെഫീന താത്ത നല്ല ഫേമസ് ആണ്. അതായത് ഒന്ന്, പിടിച്ചു കയറി പോകുന്നതിന്റെ പള്ളക്ക് നോക്കി പണ്ടാരിറക്കി കൊടുക്കാനും അറിയാം, നല്ല ആധികാരികമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സംസാരിക്കാനും അറിയാമെന്നുള്ള. അപ്പൊ ആ ഇത്താന്റെ ഈ കേസ് പിൻവലിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഇത്താനെ കുറച്ച് ദിവസങ്ങളായി വെച്ചത്. അതുകൊണ്ട് എന്തേ ഞാൻ നിങ്ങളെ ഞെണ്ടിക്കാനേന്ന് വെച്ചു
മിച്ചറ്, എന്തിനാ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വേണോ? നിങ്ങൾ എന്താണ്, നിങ്ങൾ എത്ര വീഡിയോ ചെയ്താലും എനിക്ക് ഒന്നുമില്ല, എനിക്ക് നിങ്ങൾ ഭയങ്കര ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇന്നലെ കുറച്ച് ദിവസമായി പോയിട്ട് അതൊന്നും ഇവർ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് പാതിരാത്രി ഉപയോഗിക്കുന്നു. ഞാൻ എല്ലാം സപ്പോർട്ട് ചെയ്യാതെ അവര് വിടുവോ? അവര് കംപ്ലീറ്റ് എടുത്തിട്ട് അടിച്ചു കലക്കി, ഗർഭം കലക്കി എന്ന് പറഞ്ഞതുമില്ല, അടിച്ചു കലക്കി പണ്ടാരൊക്കെ കയ്യിക്കും. ആ സാധനമാണ് എടുത്തോണ്ട് വന്ന് ഷോർട്സിൽ നല്ല സംസ്കാരവും. അല്ല, ഈ പുള്ളിക്കാരിയുടെ സംസ്കാരം എന്താണ്? മട്ടക്കറി വെച്ച് കട്ടിലിനടിയിൽ ആളൊക്കെ ഇട്ട് മക്കൾക്ക് തിന്നാൻ കൊടുത്തില്ലെങ്കിൽ സാരമില്ല, ആളുമാർക്ക് തിന്നാൻ കൊടുക്കും. അപ്പം ആ ഒരു കാര്യത്തിന്റെ എക്സ്പ്ലനേഷൻ കിട്ടിയല്ലോ. ഫാബ്രിക്കേറ്റഡ് തെളിവെങ്ങാണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോയതാണ്, കിട്ടാനുള്ളത് കിട്ടി. ഇവളെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവളെ മുമ്പ് ഞാൻ പിന്നെ പബ്ലിക്കിൽ വന്ന് ഇവളെ കുറിച്ച് സംസാരിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവള് ഭയങ്കര പാവം പിടിച്ച ഒരു ഉമ്മയായിട്ട് റബ്ബർ കാടുകളിൽ മാനസമയിലെ പാടിക്കൊണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ അറിയുകയാണ് ഇവര് മാനസമയിലെ പാടുന്നതിന്റെ ഇടയിൽ കൂടി ചിക്കപ്പുക്ക് റൈലേ കലക്കത്ത് സ്റ്റൈലേ പാടിക്കൊണ്ട് നടക്കുകയാണ്. ഇതറിഞ്ഞ എനിക്കിത് എങ്ങനെയെങ്കിലും നാട്ടുകാർക്ക് പറയാം. അങ്ങനെയാണ് ഞാൻ ഇവളുടെ ഉഡായിപ്പെടുത്ത് പുറത്തിട്ടത്. സത്യത്തില് ഇവളുടെ ഉമ്മാന്റെ ആൾക്കാര്, ബാപ്പാന്റെ ആൾക്കാരെല്ലാം നല്ല ഹൈ ലെവൽ പാർട്ടീസ് ആണ്. അവരെല്ലാം തന്നെ ഇവർക്ക് ചെലവിന് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് വന്നിട്ട് ഇവിടെ കിടന്ന് പിച്ച കണ്ടലും വീട് വെക്കലും. ഈ വീടെന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ വകയായിട്ട് ഇവക്ക് കിട്ടിയ വീടാണ്. ഈ വീടിനാണ് ഇവളെന്ത് ചെയ്തത്? നാട്ടുകാരെ മുമ്പിൽ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, എന്റെ മക്കൾക്ക് കയറി കിടക്കാൻ ഒരു ഇടമില്ലാതെ ഞാൻ കഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞു നാട്ടുകാരെ കയ്യിൽ നിന്ന് പാറ്റിച്ച് വാങ്ങിച്ചത്. എന്തായാലും ഇത് ശരി, കയറി കിടക്കാൻ ഒരു വീടല്ലേ. ഇത് ഞാൻ ആദ്യമേ അറിഞ്ഞതാണ് പഞ്ചായത്ത് വകയിൽ ഇവർക്ക് വീട് കിട്ടി, എന്നിട്ട് ഈ ആൾക്കാരുടെ അടുത്ത് കളവ് പറയുന്നതാണ് എന്നുള്ളത് ഞാൻ നേരത്തെ അറിഞ്ഞതാണ്. പക്ഷെ ഞാനത് പറയാൻ വേണ്ടിയിട്ട് നിന്നില്ല, കാരണം കയറി കിടക്കാതെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്, കിട്ടണമെങ്കിൽ കിട്ടും. അതും കഴിഞ്ഞിട്ട് വീണ്ടും എന്റെ മക്കളുടെ ഉപ്പ, മക്കളാരാണ്? മക്കൾ മൂന്ന് തന്തമാരുള്ള ഈ 2 തന്തമാര് ഇന്നും ജീവിച്ചിരിക്കുന്നു. മൂന്നാമത്തെ തന്തയാണെങ്കിൽ എവളെ ടോർച്ചടിച്ചത് കാരണം ചെന്ന് തൂങ്ങിച്ചെത്തെന്നാണ് അയാളെ കൂട്ടുകാരിയൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഉഡായിപ്പുകളിനെയാണ് നമ്മൾ എടുത്തുകൊണ്ട് പബ്ലിക്കാക്കി. എവിടെ വിചാരം ഇവള് കൊണ്ടുവന്നിട്ടേക്കുന്ന ഷോർട്സ് എന്ന് പറയുന്നത് ഇവള് കണ്ടുപിടിച്ചതാണെന്ന്. അതായത് മുമ്പ് ഒരു അറോറ, മുമ്പല്ല ഈ ഇടയ്ക്ക് ഒരു അറോറ എന്ന് പറയുന്ന ഒരു മന്ദബുദ്ധി പറയുന്നു എന്തിന്റെ കളവുകൾ ഇവളാണ് കണ്ടുപിടിച്ചത്. ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടാടെ ഞാനൊരു മന്ദബുദ്ധിയാണെന്ന്? ഞാൻ എന്റെ ഫേസ്ബുക്ക് ഐ ഡി, എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ എന്റെ ഒഫീഷ്യൽ നെയിം വെച്ച് ഞാൻ തുറന്നേക്കുന്നതാണ്. അതായത് ഞാൻ ഇതൊക്കെ തുറക്കുന്ന സമയത്ത് എന്റെ ഒഫീഷ്യൽ നെയിമാണ് എല്ലായിടത്തും ഞാൻ കൊടുക്കുന്നത്. എന്റെ അഡ്രസ് എല്ലാം ഞാൻ എന്റെ പെർമനന്റ് ആയിട്ടുള്ള അഡ്രസ് ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ തുറന്ന എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി, ഞാൻ എന്റെ ഫേസ് കാണിച്ചു വന്ന് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുറന്നിരിക്കുന്ന ആക്റ്റീവായിട്ടുള്ള എന്റെ ഫേസ്ബുക്ക് ഐ ഡി. ഈ ഫേസ്ബുക്ക് ഐ ഡി എന്ന് പറയുന്നതും ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ന് പറയുന്നതും ആക്റ്റീവായിട്ടുള്ള എന്റെ ഫേസ്ബുക്ക് ഐ ഡിയിൽ എന്റെ പേര്, എന്റെ ഒഫീഷ്യൽ നെയിമുണ്ട്. ഇത് മനസ്സിലാകാതിരിക്കാൻ മാത്രം മന്ദബുദ്ധിയാണോടെ ഞാൻ? ഇത് കണ്ടുപിടിച്ചത് ആരാണെന്നാണ് അറോറയുടെ വിചാരം? നജിലയാണ്. അല്ല ഉഡായിപ്പ് ഉമ്മയാണ് ഇത് കണ്ടുപിടിച്ച് പിന്നെ ജനങ്ങളെ അറിയിച്ചത്. ഉഡായിപ്പ് ഉമ്മയാണ് എന്നാണ് ഇവത് പറയുന്നത്. അതുപോലെ നമ്മുടെ ഷെഫീനത്താത്ത തെറി വിളിക്കുമെന്നുള്ള ആ പച്ചയായ നഗ്ന സത്യം, ആ നഗ്ന സത്യം പുറത്താക്കിയത് ആരാണ് എന്നറിയാമോ? ഇന്നത്തെ ആ ഷോർട്സിലൂടെ നമ്മളെ ഉഡായിപ്പ് ഉമ്മയാണ് എടുത്തു തീർത്തേക്കാണ്. സംഭവം തന്നെ അവരെ വീട്ടിൽ ഇടിച്ചു കയറി പോയി അവരെ കയ്യിൽ നിന്ന് നല്ല ഇടി, കൂമ്പിലിടിയും വാങ്ങിച്ച് തിരിച്ചു വന്ന വരവാണ് നിങ്ങൾ കണ്ടത്. സംഭവം മനസ്സിലായ? ഇനി കേസൊന്നും അവര് പിൻവലിക്കൂല കേട്ടാ. കേസൊന്നും അവര് ജന്മം ചെയ്താൽ പിൻവലിക്കൂല. ഇനി ഇവര് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്,
നാലാലി എന്ന് പറഞ്ഞ് അവരുടെ വൈകല്യത്തെ ആക്ഷേപിച്ചത് കൊണ്ടാണ് ഷഹീന താത്തേനെ ഞൊണ്ടിക്കാലി എന്ന് വിളിച്ച് ഇവൾ ആക്ഷേപിച്ചത് എന്നാണ് പറയുന്നത്. എനിക്ക് ഭയങ്കര ചിരി വന്നുപോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം നാലാലി എന്ന് പറഞ്ഞ എന്താണ്, 4 ഭർത്താക്കന്മാരുള്ളവർ. പാഞ്ചാലി എന്ന് പറഞ്ഞ എന്താണ്, 5 ഭർത്താക്കന്മാരുള്ളവർ. അപ്പോ നാലാലി എന്ന് അവര് വിളിച്ചത് ഇവളുടെ വൈകല്യത്തെയാണ്. മോൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അങ്ങനെ ഒരു വൈകല്യം മോൾക്കുണ്ട് എന്ന്. ഏത്? കാണണ ആണുങ്ങളെ മൊത്തം ഭർത്താക്കന്മാരാക്കാനുള്ള വ്യഗ്രത, അങ്ങനെ ഒരു വൈകല്യം നിനക്കുണ്ട് എന്നുള്ളത് നിനക്ക് മനസ്സിലായല്ലോ. അത് വൈകല്യമാണ്. അത് ചികിത്സിച്ച് നേരെയാക്കേണ്ടുന്ന വൈകല്യമാണ്. മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ കാണുമ്പോ അവനെ നിനക്ക് കിട്ടിയില്ലെങ്കിൽ ഉടനെ അവൻ വയസ്സായവനായി, 60 വയസ്സായവനായി, മിണ്ടാതിരിക്കാത്തവനായി, നിനക്ക് എന്ന് ചെറുപ്പമാണ്. അത് മാത്രമല്ല, എനിക്ക് 30 വയസ്സേ ആയിട്ടുള്ള എനിക്ക് വലിയ പൂതി എന്നാണ് ചോദിക്കുന്നത്. 30 വയസ്സെന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വളരെ പക്വതയുള്ള ഒരു പ്രായമാണ്. ഈ പ്രായത്തിലും മക്കളെയും ഇട്ട് മക്കളുടെ മുമ്പിൽ കൂടി കാമുകന് തിന്നാനും കുടിക്കാനും കൊടുത്ത് കട്ടിലിന്റെ ഇടയിൽ സൽക്കാരവും വേണം. എന്നിട്ട് ആ 12 വയസ്സുള്ള കുട്ടീനെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് ഒന്ന് തെറ്റ് ചെയ്യുന്നത് മോൾ കണ്ടോ, കണ്ടെന്നാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പ അതിന്റെ മൂക്കാമണ്ട കലങ്ങിയെന്ന് കേട്ടാ മതി. അത് പേടിച്ചേരണ്ട പേടമഞ്ഞു പറഞ്ഞുകൊണ്ട് നിൽക്കണം. ഇപ്പ് കാണാം. അപ്പൊ നാലാലി എന്ന് അവര് വിളിച്ചത് ഇവളുടെ വൈകല്യത്തെയാണെന്നാണ് പറയുന്നത്. ഞാനും ഇത് തന്നെയാണ് എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മറ്റുള്ളവരുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ, മറ്റുള്ളവരുടെ മക്കളെ കാണുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ, മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ കാണുമ്പോൾ ഇവരുടെ ഉള്ളിൽ നിന്നൊരു വൈകല്യം അത് ചാടി പുറത്തേക്ക് വരും. അത് വൈകല്യം തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നേ. അതായത് ഈ പന്ന പരട്ട എന്നെ പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാം, ഞാൻ പെരുവയറിയാണ്. പൊന്നാരക്കട്ടെ, എന്റെ വയറ് നല്ല വലിയ വയറാണ്. എന്റെ വയറ് മാത്രമല്ല, എന്റെ ശരീരഭാഗങ്ങൾ എല്ലാം നല്ല വലിപ്പമുള്ള ഭാഗങ്ങളാണ്. അതിലെന്റെ വയറിനൊരു പ്രത്യേകതയുണ്ട്. എന്റെ വയറെന്ന് പറയും ആരോഗ്യമുള്ള 6 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത വയറാണ് മോളെ. പിന്നെ എന്റെ മക്കളിൽ ആരും തന്നെ മന്ദബുദ്ധികളല്ല. എന്റെ മക്കളിൽ ആരും തന്നെ അസുഖമുള്ള ആൾക്കാരല്ല. അസുഖമുള്ള മോൻ പോലും ഇപ്പോ ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് ജീവിക്കുന്നത്. അൽഹംദുലില്ലാ, അങ്ങനെ തന്നെ ആവണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ. എന്റെ മക്കൾ ആരോഗ്യമുള്ള നല്ല മക്കളായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് പെടാപ്പാട് ഞാൻ പെടുന്നത്. അപ്പൊ 6 ആരോഗ്യമുള്ള മക്കളെ പ്രസവിച്ചപ്പോഴാണ് പൊന്നാരക്കട്ടെ എന്റെ വയറ് പെരുവയറായത്. അതുകൊണ്ട് മാത്രമല്ല, ഈ മക്കളെ പ്രസവിച്ച് കിടക്കുന്ന സമയത്തും പ്രസവിക്കാൻ പോകുമ്പോഴും ഈ മക്കളെ ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്തും ചില്ലറ ഫുഡൊന്നും അല്ല മോളെ അടിച്ചത്. എന്റെ ഭർത്താവിന് ഭയങ്കര ആഗ്രഹമാണ് നല്ല ഭക്ഷണം കഴിക്കണം. ഇപ്പോഴും രാത്രിത്തെ എന്റെ മക്കളുടെ ഭക്ഷണം എന്താണെന്ന് അറിയാമോ? പാസ്ത. എന്താ പാസ്ത? ഈ പാസ്ത ഇപ്പൊ നല്ല ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. ഈ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കിടക്കുന്ന ഏതെങ്കിലും പെണ്ണിന്റെ ഭർത്താവിനെ അടിച്ചെടുത്ത് ഹോട്ടലിൽ കൊണ്ടുപോയി നമ്മുടെ തന്നെ പൈസ കൊടുത്ത് അവനെ തീറ്റിപ്പോറ്റി അവന്റെ കൂടെ ചെന്നിരുന്ന് തിന്നേണ്ടുന്ന ഗതികേടൊന്നും എനിക്കില്ല. എന്റെ ഭർത്താവിന്റെ മക്കളെ പ്രസവിച്ച എനിക്ക് വളരെ നല്ലൊരു സ്ഥാനം തന്നിരിക്കുന്ന ഒരാളാണ് എന്റെ ഭർത്താവ്. ഇന്നേ നിമിഷം വരെ എന്റെ കൈ പിടിച്ച ആ കാലം മുതൽ ഇന്നേ നിമിഷം വരെ പട്ടിണി എന്തെന്ന് അറിയിക്കാതെയാണ് എന്റെ മനുഷ്യൻ എന്നെ പോറ്റുന്നത്. എന്റെ വയറെന്ന് പറയുന്നത് എനിക്ക് ശ്വാസം വിടാൻ സമയമില്ല. എന്റെ വയറ് ഫുൾ ഫില്ലാണ്, എപ്പോഴും ഫില്ലായിരിക്കുന്ന ഒരു വയറാണ്. നല്ല ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് പരിവയറായിട്ടുള്ളത്, നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട്. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട്, അർഹതപ്പെട്ട ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത്. എന്റെ ഭർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന്, എന്റെ ഭർത്താവിന്റെ അധ്വാനത്തിൽ നിന്നാണ്
ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെരുവയറായിട്ട് തന്നെ. എന്റെ ഈ പെരുവയറ് എന്റെയോ എന്റെ ഭർത്താവിന്റെയോ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇന്നീ നിമിഷം വരെ ഉണ്ടാക്കിയിട്ടില്ല. ഒരുപക്ഷെ നാളെ ഉണ്ടായേക്കാമായിരിക്കാം. പക്ഷെ അതുകൊണ്ടാണ് ഞാനിപ്പോ ജിമ്മിലും പോകുന്നത്. അതായത് നാളെയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. മോളെ, അപ്പോ എനിക്ക് പെരുവയർ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് നീ മനസ്സിലാക്കിയല്ലോ. നിന്റെ ഉപ്പാക്ക് എങ്ങനെയാണ് പെരുവയർ ഉണ്ടായത്? നിന്നെ പോലൊരു ആസുര ജന്മത്തിന് ജന്മം നൽകിയത് കൊണ്ടാണോ? ആണോ? നീ എല്ലാരെയും കളിയാക്കുന്നു. നിന്റെ അപാകതകൾ എന്താണ് എന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നിന്റെ തന്ത്യാന്റെ വയറ്, നിന്റെ തന്ത്യാൻ ഇവിടെ കുഞ്ഞോട് നിൽക്കുന്നുണ്ട് എങ്കിൽ നിന്റെ വാപ്പാന്റെ വയറ് അങ്ങ് എറണാകുളത്താണ് നിൽക്കുന്നത്. അയാൾ ചിന്തിക്കുന്നതിന് മുമ്പ് അയാൾ ചിന്തിക്കാത്ത സ്ഥലത്ത് അയാളെ വയറ് പോയി. അപ്പൊ അതിനെ നീ എന്തെന്ന് പറയും? അണ്ടാവ് എന്ന് പറയും. നിന്റെ വാപ്പാന്റെ വയറിനെ നീ അണ്ടാവ് എന്ന് പറയൂടി. നിന്റെ വായണ്ടല്ല, കക്കൂസ് ടാങ്ക്, നിന്റെ കക്കൂസ് ടാങ്കിൽ നിന്ന് വരുന്ന ആ വിസർജനം ഉണ്ടല്ലോ, അത് നീ അരച്ച് കലക്കി നിന്റെ അണ്ണാക്കിലോട്ട് തന്നെ തിരികടി. പോത്തെ, മരപ്പോത്തെ, കണ്ണി കണ്ട ആണുങ്ങൾ മൊത്തം. അല്ല, ഞാനും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇങ്ങനെ എനിക്ക് മെണ്ടി ഞാൻ കുറെ നാളുകളായി ഇങ്ങനെ ചിന്തിക്കുന്നു നിന്നോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന്. നിങ്ങളെ ഈ 4 പണ്ടാരടങ്ങിയില്ലേ? ഈ 4 പണ്ടാരടങ്ങിയതിൽ ഏത് പണ്ടാരമായിരുന്നു നല്ല രസമുള്ളത്? ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരോടല്ലേ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. നമ്മളെ ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത് ആരാടാ? ചക്കരെ തന്നെ അലവിലാതി എന്നെ കൊണ്ട് ഓരോന്ന് ചോദിപ്പിക്കരുത്. വലിച്ചു കീറി ഞാൻ ചെവിലിയൊട്ടിക്കും. ഒക്കെ എന്താ വയറ് കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് സഹിക്കണില്ലാന്ന് പെരുവയറിയുന്നു. ഇത് വന്തേ പോയി നേടി മരം എന്തേ